ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മാണ് നമ്മളെ സെക്യൂർ ബായി പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ഫങ്ഷൻസിൽ ഒന്നാമത്തെ കാര്യം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സുകൾ റെക്കോർഡ് ചെയ്യണം. ആ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിന്റെ സബ് ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂന്ന് തരത്തിലുള്ള ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞു. അതിന്റെ നിയമങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അക്കൗണ്ട്സിന്റെ ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ജേണൽ എൻട്രി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിളായിട്ട് സാധനമാണ്. ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന, ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഏരിയ. ഓക്കെ. അപ്പൊ പുതിയ ആളുകൾ ഒക്കെ ഒന്ന് നന്നായിട്ട് തല കൊടുത്ത് ശ്രദ്ധിക്കാം. സ്ക്രീനും ഷെയർ ചെയ്യാം. ഞാൻ ഓരോ ജേണലുകളും എന്താണെന്നുള്ളത് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുതരാം. നന്നായിട്ട് നോട്ട് ചെയ്ത് വിട്ടോളി. ഓൾറെഡി അറിയുന്ന ആളുകളാണെങ്കിലും നിങ്ങളൊരു സ്റ്റുഡൻറ് മൈൻഡ് സെറ്റിൽ ഇരിക്കാം. സ്റ്റുഡൻറ് മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും തലയിൽ കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന ആളാണ് എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കിട്ടത്തില്ല. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ 1-ാം ക്ലാസ് പഠിക്കുന്നു, 5-ാം ക്ലാസ് പഠിക്കുന്നു, 10-ാം ക്ലാസ് പഠിക്കുന്നതും ഒരേ സാധനമാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന നോളജിൽ ഡിഫറെൻ്റ് ഉണ്ടാവും ഇല്ലേ? നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടിങ് പഠിച്ചതും ഇപ്പം നിങ്ങൾ അക്കൗണ്ട് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സംഭവത്തിൽ എന്തുണ്ടാവും? നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ആ അർത്ഥത്തിൽ തന്നെ ഒരു സ്റ്റുഡൻറ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കും. എനിക്ക് അറിയാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അറിയും. ലാസ്റ്റ് ഒന്നും അല്ലാത്ത രീതിയിലേക്ക് എത്തും. എവിടെയാ കൊടുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരുന്നിടത്ത് കൊടുങ്ങും. അന്ന് വീണ്ടും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വീണ്ടും മറിച്ച് ഓടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് ഇരിക്കാം. നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ഉള്ളത്. ഒന്ന് പറഞ്ഞത് നോമിനൽ, രണ്ടാമത്തത് റിയൽ, മൂന്നാമത്തത് പേഴ്സണൽ. ഇതിന്റെ മൂന്നിന്റെയും നിയമങ്ങൾ നമ്മൾ പഠിച്ചു. നോമിനൽ ആണെങ്കിൽ അതിന്റെ നിയമം എന്തായിരുന്നു? നോമിനൽ ആണെങ്കിൽ അതിന്റെ നിയമം അസറ്റ് വന്നു കഴിഞ്ഞാൽ ആണോ, എക്സ്പെൻസോ ലോസോ വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, മുകളിലെ ഭാഗത്ത് എഴുതണം. വരവോ ലാഭമോ വന്നു കഴിഞ്ഞാൽ താഴെ എഴുതണം. ഇതായിരുന്നു ഒന്നാമത്തെ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ അല്ലേ? നോർമലായി യെസ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. നോർമലായിട്ട് എന്തൊക്കെയാ നടക്കുക? പർച്ചേസ് ഉണ്ടാവും, സെയിൽ ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് നോർമലായി നടക്കുന്ന കാര്യമാണ്. ഇതിൽ എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ മുകളിലെ ഭാഗത്ത് എഴുതണം, ഡെബിറ്റ് ചെയ്യണം. വരവോ ലാഭമോ ആണെങ്കിൽ താഴത്തെ ഭാഗത്ത് എഴുതണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ റിയൽ അക്കൗണ്ട് ആണ്, അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയി വിചാരിക്കണം. മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്, വ്യക്തികളോ സ്ഥാപനങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതിൽ കൊടുക്കാനുള്ള ആളും കിട്ടാനുള്ള ആളും ഈ രണ്ട് ബന്ധം മാത്രമേ ഉള്ളൂ. കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യണം? കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യണം. ചെയ്യണം. തരുന്ന ആളെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ? സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നിയമങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ്സിനകത്ത് എന്ത് ഇവന്റ് നടക്കുകയാണെങ്കിലും അതിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒരു ബിസിനസ്സിനകത്ത് എന്ത് സംഭവം നടക്കുകയാണെങ്കിലും അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും എന്ന് പഠിച്ചോളി. ഇല്ല, എന്തിനും രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. പണ്ട് ഒക്കെ പറയില്ല, അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം എന്ന് പറഞ്ഞ മാതിരി ബിസിനസ്സിനകത്ത് എന്ത് നടക്കുകയാണെങ്കിലും അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്നിനെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കും, മറ്റതിന് നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ മാത്രം മനസ്സിലാക്കാം. ബിസിനസ്സിനകത്ത് പൈസയുമായി ബന്ധപ്പെട്ട എന്ത് ഈവന്റുകൾ നടക്കുകയാണെങ്കിലും അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്നിനെ ഡെബിറ്റ് എന്ന് വിളിക്കും, മറ്റതിനെ ക്രെഡിറ്റ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? മുകളിൽ ഇങ്ങനെ ഡെബിറ്റ്, താഴത്തെ തന്നെ ക്രെഡിറ്റ്. തൽക്കാലം മനസ്സിലാക്കില്ല അറിയാത്ത ആളുകൾ, കൊമേഴ്സ് ഇതര ഭാഗത്ത് വരുന്ന ആളുകൾ. സെറ്റ് അല്ലേ? ഒന്ന് ഡെബിറ്റും. ഉദാഹരണം, ഞാനൊരു ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തു. ഉദാഹരണം, ഞാൻ ഈ ഒരു മൊബൈല് പർച്ചേസ് ചെയ്തു. എന്താ സംഭവിക്കുന്നത്? ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഞാനൊരു മൊബൈല് പർച്ചേസ് ചെയ്തു. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ ഭാഗങ്ങള്? ഞാൻ മൊബൈല് പർച്ചേസ് ചെയ്തു. ഇതിന് 10,000 രൂപയാണ് വില എന്ന് വിചാരിച്ചോളൂ. ഇതിന് രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാ? ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റും ക്രെഡിറ്റും എന്നുള്ളത് ഇവിടെ. ഇതിന്റെ രണ്ട് ഭാഗം ഏതൊക്കെയാ? എന്റെ കയ്യിൽ ഒരു മൊബൈൽ 10,000 രൂപ ഒന്ന് ഉണ്ടായിരുന്നു. ക്യാഷ് ഇതിപ്പോ മൊബൈൽ വാങ്ങി. ഷാജിയേട്ടന്റെ ഒന്ന് കയ്യിലുണ്ടെന്ന് ക്യാഷ് ഒന്ന് വെച്ചോടെ. മൊബൈൽ. നോക്കെ, ഇത് ഷാജിയേട്ടന്റെ കയ്യിലാണ് ഈ ഫോണുള്ളതെന്ന് വിചാരിച്ചു. ഷാജിയേട്ടൻ ഇത് സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ഷാജിയേട്ടന്റെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് വാങ്ങാണ്. എന്റെ കയ്യിലുള്ള 10,000 അങ്ങോട്ട് പോകണം. അപ്പൊ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്ന്, മൊബൈൽ വാങ്ങി. 10,000 ഒരാളുടെ രൂപന്റെ പൈസ സാധനം കിട്ടി. ഇങ്ങോട്ടേക്ക് വന്നു.
അതിന് 10,000 ഈക്വലന്റ് രൂപ ആയിട്ടുള്ള ക്യാഷ് എന്റെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ എല്ലാത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട്. ഞാനൊരു സാധനം സെയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാ? ഡെബിറ്റും ആ, ക്രെഡിറ്റും. ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് വിടി. ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ ചിന്തിക്കുക വേണ്ട, പോകുന്ന വയ്ക്കാൻ തലേ കയറും. ഞാൻ ഈ സാധനം വിൽക്കുകയാണ്, പൈസ നിങ്ങൾക്ക് കിട്ടി, സാധനം പൈസ മേടിച്ചാണ്. ഇങ്ങോട്ട് കിട്ടി, സാധനം ഗെയിനും ഇങ്ങോട്ട് പോയി. ക്യാഷും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും ഇങ്ങനെ രണ്ട് വാങ്ങുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്നു, എന്താ സംഭവിക്കാം? പച്ചക്കറി എന്ന സാധനം നമുക്ക് കിട്ടുന്നു, നമ്മുടെ കയ്യിലുള്ള പൈസ പോകുന്നു, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബസ് കയറിയിട്ട് പോകുന്നു, നമ്മൾ ആ സ്ഥലത്തെത്തുന്നു, അതിന്റെ പൈസ നമ്മുടെ അടുത്ത് പോകുന്നു. ഇങ്ങനെ എന്ത് സംഭവം ലൈഫിനായാലും ഇങ്ങനെ തന്നെയാണ്, ഇല്ലേ? എന്തിനായാലും രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്നിനെ നമ്മൾ ഡെബിറ്റാന്ന് വിളിക്കാം, മറ്റേനെ നമ്മൾ ക്രെഡിറ്റാന്ന് വിളിക്കാം. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒന്നിനെ ഡെബിറ്റ് ഒന്നും. ഇനി ഏതിനെ ഡെബിറ്റ് ചെയ്യണം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ നിങ്ങളെല്ലാവരും ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരും ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. അക്കൗണ്ടന്റ് ആയി നിൽക്കുമ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആവുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫ്രഷർ ആയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ടാലിയിലേക്ക് കയറുന്ന നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അതൊരു 2 ഡേയ്സിന് സെഷൻ ഉണ്ടാവും. ഒരു ഫ്രഷർ ആയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ, എവിടെ നിന്ന് തുടങ്ങണം, പുതിയ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോയത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം റെഡിയാണ്, കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്. അങ്ങനെ ഇരിക്കുക, ആ സ്ഥാപനത്തിലേക്ക് 1,00,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. നിങ്ങളുടെ മുതലാളി, നിങ്ങളും മുതലാളി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. 1,00,000 രൂപയുടെ സാധനം മുതലാളി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഈ വിവരം മുതലാളി നിങ്ങളോട് ഒന്ന് പറയാണ്, ഞാൻ ഇതിന്റെ ബില്ല് ഇതാ, 1,00,000 രൂപേന്റെ സാധനം ഞാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ 1,00,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് ഡെബിറ്റ് ചെയ്യും ഏതിന് ക്രെഡിറ്റ് ചെയ്യും? ഇവിടെ നിന്നാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയറുകളൊക്കെ വളരെ ഈസിയാണ്. അവിടെ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഒരുപാട് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് മാത്രം നമ്മൾ അറിയാം. ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എവിടെ ക്ലിക്ക് ചെയ്താൽ എവിടെ ഹിറ്റ് ചെയ്യും, എവിടെ എടുത്തു കഴിഞ്ഞാൽ എവിടെ ഹിറ്റ് ചെയ്യും, ഇങ്ങനെ തുടങ്ങിയിട്ട് ലെഡ്ജർ, ജേണൽ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പോർട്ട്ഫോളിയോ, റേഷ്യോ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും ഈ ഒരു സാധനം എങ്ങനെ ഹിറ്റ് ചെയ്യണത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ട്രാൻസാക്ഷനിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, ഓഡിറ്റിങ്ങിലൊക്കെ. അപ്പൊ നമ്മൾക്ക് ഈ സാധനം എവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് പോകുക എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളൊരു അക്കൗണ്ടന്റ് ആണ്. നമ്മളെ ബോസ് എന്ത് ചെയ്തു? 1,00,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി അതിന്റെ ബില്ലും തന്നു. അതിന് അയച്ചു കൊടുത്ത പൈസയുടെ ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തന്നു. ഇത് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാം? ആദ്യം എന്താ ചെയ്യാം? ആദ്യം ക്യാപിറ്റൽ നിങ്ങളെ മണ്ടോണ്ട് ആദ്യം എന്താ ചിന്തിക്കുക? നിങ്ങൾ ആദ്യം ക്യാപിറ്റൽ അടക്കട്ടെ, മറ്റൊക്കെ അടക്കട്ടെ, നിങ്ങളെ മണ്ടോണ്ട് ആദ്യം ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താ ആദ്യം ചിന്തിക്കാം? റിയൽ അക്കൗണ്ടിന്റെ റൂള് പ്രകാരം റിയൽ അക്കൗണ്ട്, അതായത് നമ്മളത് വന്ന പാടും തന്നെ റിയൽ അക്കൗണ്ടിലേക്കൊക്കെ പോവും. എന്താണോ നമുക്ക് കിട്ടിയത്, എന്താണോ പോയത്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യാ? ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഈ നടന്ന സംഭവല്ലേ നോക്കണേ, ഇങ്ങനെ ചിന്തിക്കണേ. ഇപ്പൊ ആദ്യത്തേലും ഇങ്ങനെ ചിന്തിക്കണ്ടുള്ളൂ. ഇപ്പൊ ഒരു സംഭവം നടന്നല്ലോ, അത് നമ്മൾ കേട്ടല്ലോ, എന്തായാലും പറഞ്ഞത് കൃത്യമായി കേട്ടു. ഇനി ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ലെഡ്ജർ എന്നാണ് അതിന് പറയാം. അതായത് ഓരോന്നിനും ഓരോ അക്കൗണ്ട്സുകൾ ഉണ്ടാവും. ഉദാഹരണം, സാലറിക്ക് ഒരു അക്കൗണ്ട്, ഒരു ലെഡ്ജർ, കമ്മീഷൻ ഒരു ലെഡ്ജർ, ക്യാപിറ്റലിന് ഒരു ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക്, അങ്ങനെ എന്തിച്ചാൽ തൽക്കാലം ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. സാലറി കൊടുക്കണ്ടോ, അത് സാലറി ബുക്കിൽ എഴുതും. കമ്മീഷൻ കൊടുക്കണ്ടോ, അത് കമ്മീഷൻ ബുക്കിൽ എഴുതും. ക്ലിയർ ആയോ? ഇതങ്ങനെ എഴുത്ത പരിപാടി ഒന്നും ഇല്ല കേട്ടോ. സെയിൽ അടക്കണ്ടോ, സെയിലിന്റെ ബുക്കിൽ എഴുതും. പർച്ചേസ് അടക്കണ്ടോ, പർച്ചേസിന്റെ ബുക്കിൽ എഴുതും. ക്ലിയർ ആയോ? റിട്ടേൺ നടക്കണ്ടോ, അതിന്റെ ബുക്കിൽ എഴുതും. ഇങ്ങനെയുള്ള ഈ ബുക്ക്. അപ്പൊ ഇതിൽ ഏതൊക്കെ ബുക്കാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് പൈസ കൊടുത്തിട്ട് ഫർണിച്ചർ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ബുക്കിൽ, 2 ബുക്കിൽ ഇത് എഴുതണം. 2 ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞു, 2 ബുക്കിൽ എഴുതണം. ഏതൊക്കെ ബുക്കിലാണ് ഇത് എഴുതേണ്ടത്? പർച്ചേസിന്റെ ബുക്കിൽ, പർച്ചേസ് ബുക്കിൽ എഴുതണം അല്ലെ? ക്യാഷ് ബുക്ക് എഴുതണം അല്ലെ? കയ്യിൽ നിന്ന് പൈസ പോയ ഇവരെ എവിടെ എഴുതണം? ക്യാഷിൽ കൊണ്ടുപോയി എഴുതണം. ഫർണിച്ചർ വന്ന ഇവരെവിടെ എഴുതണം?
ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ ഫർണിച്ചർ അതായത് പർച്ചേസ് ഫർണിച്ചർ, അതായത് ഫർണിച്ചറിന്റെ പർച്ചേസിന്റെ ലെഡ്ജറിൽ എഴുതണം. അപ്പൊ ആദ്യം പണി എന്ത് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യത്തെ പണി എന്താ? ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താണ് നടന്നതെന്നുള്ളത്. ഇനി സാലറി കൊടുത്തു എന്നുള്ള ഇവർ നിങ്ങളോട് പറയണം. ഒരു 20,000 രൂപ സാലറി കൊടുത്തു നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ട് എന്നുള്ള കണ്ടെത്തുക. ഏതൊക്കെയുള്ളത്? 20,000 Salary രൂപ സാലറി account. കൊടുത്തു. സാലറി അക്കൗണ്ട് ആൻഡ് Cash ക്യാഷ്. account. സാലറി ഉണ്ട്, Yes, ക്യാഷും ഉണ്ട്. ഇത്രേ ഉള്ളൂ. കമ്മീഷൻ ബാങ്കിലേക്ക് 10,000 രൂപ കമ്മീഷൻ ബാങ്കിലേക്ക് വന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉള്ളത് നോക്കും. ഏതൊക്കെയുള്ളത്? ക്യാഷ് ആൻഡ് ബാങ്ക്. കമ്മീഷനും ഉണ്ട്, ബാങ്കും ഉണ്ട്. ബാങ്ക്. ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള വണ്ടി വിറ്റു, 2 ലക്ഷം രൂപ കിട്ടി. നമ്മളെ കയ്യിലുള്ള ഒരു കാറ് വിറ്റു, 2 ലക്ഷം രൂപ കിട്ടി. മുതലാളി ഇത്ര വരെയുള്ളൂ. ആ കാറ് വിറ്റിട്ടുണ്ടടാ, 2 ലക്ഷം കിട്ടിയിട്ടുണ്ടേ, അന്ന് അതിൽ എഴുതിയാണ്ടി. ഇങ്ങനെ നോർമൽ വർത്താനം പറഞ്ഞേ പോകുള്ളൂ. നമ്മളെന്ത് ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉള്ളത്? കാറുണ്ട്, സെയിൽ അക്കൗണ്ട് മീൻസ് അതായത് ഇതിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യോ സെയിൽ ചെയ്യോ ചെയ്യുന്ന സമയത്ത് അസറ്റ് ആണ് ചെയ്യുന്നെങ്കിൽ ആ അസറ്റിന്റെ അക്കൗണ്ട്സിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഫർണിച്ചർ വാങ്ങി, അത് അസറ്റ് ആണ്. ഫർണിച്ചർ വിറ്റു, അത് അസറ്റ് ആണ്. വണ്ടി വാങ്ങി, അത് അസറ്റ് ആണ്. വണ്ടി വിറ്റു, ഇങ്ങനെ ഏതെങ്കിലും അസറ്റിന്റെ പേരിലാണ് പർച്ചേസ് നടക്കുന്നെങ്കിൽ ആ ഒരു ബുക്കിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ബാക്കി എല്ലാ പർച്ചേസും പർച്ചേസിന്റെ അക്കൗണ്ടിൽ എഴുതിക്കോളി. ഈ പർച്ചേസിന്റെ അക്കൗണ്ടിൽ എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഹലോ, ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേ. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ, ഉദാഹരണം ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു, AC പർച്ചേസ് ചെയ്തു, ഭൂമി വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, ഇങ്ങനെയുള്ള അസറ്റിന്റെ പേരിലാണ് പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ പർച്ചേസിലല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, അസറ്റിന്റെ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പർച്ചേസിൽ എഴുതിയാലും തെറ്റത്തില്ല, പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ആ ഒരു അസറ്റിന്റെ ലെഡ്ജറിലാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഇനി പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിൽ എഴുതിക്കോളി. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ എഴുതിക്കോളി. സോൾഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചറിൽ എഴുതണം. സോൾഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വെഹിക്കിളിൽ എഴുതണം. സോൾഡ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ എഴുതണം. സോൾഡ് ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറയിൽ എഴുതണം. സോൾഡ് മൈക്ക് എന്ന് പറയുമ്പോൾ മൈക്കിനകത്ത് എഴുതണം. സെറ്റായോ? അസറ്റുമായി ബന്ധപ്പെട്ട പർച്ചേസോ സെയിലോ അതിന്റെ പേര് സ്പെസിഫിക്കലി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിനകത്ത് എഴുതണം. അത് കുറച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ ലോജിക്ക് കൊണ്ട് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു തന്നു മാത്രം. സെറ്റായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ കയ്യിലുള്ള വണ്ടി, നമ്മൾ 10 ലക്ഷം രൂപേന്റെ വണ്ടി വിറ്റു, നമുക്ക് ബാങ്കിലേക്ക് 10 ലക്ഷം രൂപ കിട്ടി. ഇതിന് എന്തൊക്കെ അക്കൗണ്ട്സ് ഉള്ളത്? എന്താ ഉള്ളത്? വെഹിക്കിളുണ്ട്, ബാങ്ക് ഉണ്ട്. ക്ലിയർ ആയില്ലേ? തെറ്റല്ലേ? ബാങ്കും ക്യാഷ് രണ്ടാണ് സാറേ. ബാങ്കും ക്യാഷ് രണ്ടാണ്. ബാങ്കിലുള്ള ബാലൻസും കയ്യിലുള്ള ക്യാഷുള്ള ബാലൻസ് രണ്ടാണ്. വേറെ വേറെ തന്നെ എഴുതണം. റെഡി അല്ലേ? രണ്ടല്ലേ? രണ്ടാണ്. ആശുപത്രി പോകുമ്പോ കയ്യിലെ പൈസ ഇല്ലെങ്കിൽ അപ്പൊ ബാങ്കിന്റെ വേറെ തന്നെ കാണിക്കണ്ടേ? ബാങ്കിൽ എത്ര പൈസ? അല്ല, ബാങ്കിൽ ക്യാഷ് ഉണ്ട്, ഫോൺ എടുക്കാൻ മറന്നുപോയി. ആശുപത്രി പോകുമ്പോ രണ്ടായിരം കാണോ? അങ്ങനെ ചിന്തിച്ചാൽ മതി. ചെറിയൊരു ഇക്വലിറ്റി ചിന്തകൾ ചിന്തിച്ചു, അപ്പൊ രണ്ടായിരം കാണും. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷൻ, ഒരു ഇവന്റ്, ഒരു ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന് 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്നിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് വിളിക്കുക, മറ്റതിനെ നമ്മൾ ക്രെഡിറ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ആസ്പെക്റ്റിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാനൊരു ട്രാൻസാക്ഷൻ ഇങ്ങനെ എഴുതാണ്. മെല്ലെ മെല്ലെ പോകുന്നുള്ള ഈ ഒരു ഭാഗം മാത്രമേ കുറച്ച് സ്ലോ നമ്മൾ പോകുള്ളൂ, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ rupees 50,000. ഇത് SBD ബാങ്കിൽ നിന്നാണ് എന്ന് വിചാരിക്കാം. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യണ പണി എന്താണെന്നറിയാം? നിങ്ങൾ ഇതുവരെ ചെയ്തത് ഇങ്ങനെ ആയിരിക്കില്ല. ഇനി ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്തു പോകണം. പർച്ചേസ്ഡ് ഫർണിച്ചർ rupees 50,000.
നമ്മൾ ആദ്യത്തെ പണി ഇതിന്റെ അക്കൗണ്ട്സ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അക്കൗണ്ട്സ് രണ്ട് തരത്തിലുള്ള അക്കൗണ്ട്സ് ഉള്ളത്. ഒന്ന് ഫർണിച്ചർ അല്ലെ, ഒന്ന് ഫർണിച്ചർ. രണ്ടാമത്തത് SBT ബാങ്ക്. അത് നമുക്ക് ഇവിടെ എഴുതാം. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളതൊക്കെ അടുത്ത ഘട്ടത്തിൽ ചിന്തിക്കാം. ഇങ്ങനെ രണ്ട് അക്കൗണ്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സെറ്റ് അല്ലേ? അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാല് ഫർണിച്ചർ എന്ന് പറഞ്ഞ സാധനമല്ലേ, ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് നോക്കാം. SBT എന്ന് പറഞ്ഞ സാധനം ഏത് ഗ്രൂപ്പിലാണ് പെടുക എന്നുള്ളത് നോക്കാം. ഫർണിച്ചർ അപ്പൊ ഫർണിച്ചർ നോക്കണേ. ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, നമ്മൾ 4 ഗ്രൂപ്പ് പറഞ്ഞു. ഏതൊക്കെയാ? അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. Income and expense. 4 ക്ലിയർ അല്ലേ? അപ്പൊ ഫർണിച്ചർ ഏതിലെ വരിക? അസറ്റിലാണോ ലാബിലിറ്റിയിലാണോ ഏതിലാണ് വരിക? Asset. നമ്മൾ ചെയ്യാം. ആദ്യം ഈ സാധനത്തിന് ഫർണിച്ചറിന് നമ്മൾ എഴുതും. ഇത് നമ്മൾ ശരിക്ക് +1 ഇങ്ങനെ കറക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഫർണിച്ചർ എന്നുള്ളത് അസറ്റ് ആണ്. SBT എന്നുള്ളതോ ബാങ്ക് അസറ്റ് ആണ്. ബാങ്കിലുള്ള ക്യാഷ് അസറ്റ് അല്ലേ, നമ്മുടെ ക്യാഷ് അല്ലേ? അപ്പൊ ആദ്യത്തെ പണി എന്താ? രണ്ട് അക്കൗണ്ട്സ് കണ്ടെത്തുക, എന്നിട്ട് അതിന്റെ ഗ്രൂപ്പ് ഏതാന്ന് കണ്ടെത്തുക. അതിനുശേഷമുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഏത് അക്കൗണ്ട്സ് ടൈപ്പിനകത്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഏത് അക്കൗണ്ട്സ്, നോമിനൽ ആണോ, റിയൽ ആണോ, പേഴ്സണൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. റിയൽ അക്കൗണ്ട് അല്ലെ, റിയൽ അക്കൗണ്ട് ആണ് ഇത് വരുന്നത്. ഇതോ റിയൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏത് നിയമമാണ് ഇവിടെ പാസ്സാക്കേണ്ടത്. റിയൽ അക്കൗണ്ടിന്റെ നിയമമാണ് പാസ്സാക്കേണ്ടത്. റിയൽ അക്കൗണ്ടിന്റെ നിയമപ്രകാരം എന്തായിരുന്നു? അസറ്റ് വന്നു കഴിഞ്ഞാല് ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. വാട്ട് കംസ് ഇൻ ദാറ്റ് ഈസ് ഡെബിറ്റ്, വാട്ട് ഗോസ് ഔട്ട് ദാറ്റ് ഈസ് ക്രെഡിറ്റ്. ക്ലിയർ ആയി? ഈ ഒരു കേസിൽ എന്താ വന്നത്? ഫർണിച്ചർ വാങ്ങിയല്ലേ, 50,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. അപ്പൊ എന്താ വന്നത്? ഫർണിച്ചർ ആണ്. അതിനെന്ത് ചെയ്യണം? ഫർണിച്ചർ ഇങ്ങനെ എഴുതണം കേട്ടോ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റർ ഇങ്ങനെ എഴുതണേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റർ എന്ന് എഴുതാം. എന്നിട്ട് ഇതിന്റെ ഈ ഒരു പകുതി ഭാഗത്ത് തുടങ്ങിയിട്ട് 2 എന്ന് എഴുതാം. അക്കൗണ്ട് ഡെബ്റ്റർ 2. ഇനി SBT എഴുതുന്ന എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് കയ്യിലുള്ള ക്യാഷ് ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. ഈ അസറ്റ് ആണ് പോയത്. എന്താ പോയത്? SBTയുടെ ബാലൻസ് ആണ് പോയത്. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആക്കിയിട്ട് എഴുതണം. അപ്പൊ ഇവിടെ SBT എന്ന് എന്ത് എഴുതണം? SBT അക്കൗണ്ട് എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? എപ്പോഴും സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഡെബിറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അപ്പുറത്തെ ഭാഗത്ത് പിന്നെ സംശയമൊന്നുമില്ല, അതായിരിക്കും നിങ്ങളുടെ എഴുതും. അങ്ങനെ എഴുതരുത്. അതിനൊരു നിയമമുണ്ട്. ആ നിയമം പഠിച്ചതാണ്. ഈ കോമ്പൗണ്ട് ചാനലിന്റെ വരുന്ന സമയത്തും അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ തെറ്റുന്നത് ഈ ഒരു സാധനം ഐഡന്റിഫൈ ചെയ്ത് അടിച്ച് മിന്നി മറ്റേത് ഡെബിറ്റ് ആണെങ്കിൽ ഇത് ക്രെഡിറ്റ്, ഇത് ക്രെഡിറ്റ് ആണെങ്കിൽ മറ്റേ ഡെബിറ്റ്, അങ്ങനെ ചിന്തിക്കരുത്. അത് നമ്മൾ പണ്ട് ജയിക്കാൻ വേണ്ടി എടുത്തൊരു തന്ത്രമായിരുന്നു +1 +2 അത് വീണ്ടും പാതിയായി കഴിഞ്ഞ ബിസിനസ്സിലെ അക്കൗണ്ട്സ് കറക്റ്റ് ആവത്തില്ല. തെറ്റല്ലേ? അത് അന്ധകാലത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? അതിനെ കുറിച്ച് ആലോചിക്കരുത്. ക്ലിയർ ആയല്ലോ? സെറ്റ് അല്ലേ? ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ ഇവിടെ ചെയ്തേ. സാലറി പെയ്ഡ് ബൈ ക്യാഷ് ₹15,000. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടി. എല്ലാവരും സംസാരിക്കണ്ട. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പണി ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇത് ഫസ്റ്റത്തെ സ്റ്റേജ് ആട്ടോ. ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷനകത്ത് എന്തൊക്കെ അക്കൗണ്ട്സ് ഉള്ളത് നമുക്കറിയാം. 2 അക്കൗണ്ട്സ് ഉള്ളത്. ഒന്ന് ക്യാഷ് ആണ്, മറ്റൊന്ന് സാലറി ആണ്. അപ്പൊ നമ്മൾ 2 അക്കൗണ്ട്സ് ഇവിടെ എടുത്ത് ചെയ്താ, ഒന്ന് ക്യാഷ്, മറ്റൊന്ന് സാലറി. ഓക്കെ, ക്യാഷ്, സാലറി. ഇനി അടുത്ത സ്റ്റേജ് എന്താ? ഇത് ഏത് സംവിധാനത്തിലാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് മാത്രമേ ഇങ്ങനെ മനസ്സിലാക്കേണ്ടുള്ളേ. നോക്കാം. നമുക്കറിയാം ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ് അല്ലെ? ക്യാഷ് എന്നുള്ളത് അസറ്റ് ആണ്. സാലറി എന്നുള്ളത് 4 ഗ്രൂപ്പുള്ളത്. അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. സാലറി കൊടുത്തതാണ്. സാലറി ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എക്സ്പെൻസ് ആണ്. ക്ലിയർ ആയില്ലേ? എക്സ്പെൻസ് ആണ്. ഇനി അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കണേ, ഇത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിലാണ് വരുന്നത് എന്നുള്ളതാണ്.
അസറ്റ് ആയതുകൊണ്ട് Real ഇതിനകത്ത് and വരിക റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് അല്ലെ? റിയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. റിയൽ എന്ന് പറയുമ്പോൾ അസറ്റ്. റിയൽ സാലറി എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോർമലായി നടക്കുന്ന കാര്യം. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞു? പർച്ചേസ്, സെയില്, sales. ഇൻകം. സോ ഇവിടെ നടന്നത് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നോമിനൽ Nominal. അക്കൗണ്ട് എന്ന്. നോമിനൽ അക്കൗണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. റിയൽ അക്കൗണ്ടും വന്നിട്ടുണ്ട്. ഹലോ ശ്രദ്ധിക്കാം. നോമിനൽ അക്കൗണ്ട്. ഇവിടെ റിയൽ അക്കൗണ്ടും വന്നിട്ടുണ്ട്, നോമിനൽ അക്കൗണ്ടും വന്നിട്ടുണ്ട്. അതിനർത്ഥം രണ്ട് നിയമങ്ങൾ ഇവിടെ വരും. നേരത്തെ അല്ല ഒറ്റ നിയമമായിരുന്നു. ഇവിടെ രണ്ട് റൂള് വരുന്നുണ്ട്. രണ്ട് റൂള് വരുന്നോണ്ട് രണ്ടെണ്ണം നമ്മൾ വേറെ തന്നെ എഴുതണം. ഇനി ഫസ്റ്റത്തത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിന്റെ നിയമം എന്താ? റിയൽ അക്കൗണ്ടിന്റെ നിയമം എന്താ? റിയൽ അക്കൗണ്ടിന്റെ നിയമം എന്താ? What comes debit, What comes in What debit, comes in, what that is goes. debit. What goes out, that is credit. വന്നതിനെ ഡെബിറ്റ് ചെയ്യണം, പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് വന്നോ പോയോ? പോയി. പോയി. സാലറി കൊടുത്തിട്ട് paid. പൈസ വരുന്ന പോയി. ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നിങ്ങളെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പൈസ വരുന്ന ആരാളുടെ ഇതിനകത്ത്? പറടാ, ഉണ്ടോ? സാലറി കൊടുത്തു, നമ്മളെ കായ് പോയല്ലോ മനുഷ്യന്മാരെ, അല്ലേ? ആണോ? അല്ലേ? അപ്പൊ അസറ്റ് പോയി. അപ്പൊ എവിടെ എഴുതണം? അസറ്റ് കുറഞ്ഞു, അല്ലെ? നമ്മുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞു, സാലറി കൊടുത്തു. അപ്പൊ അസറ്റ് എന്താ ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ടു ക്യാഷ് എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ആദ്യം ക്രെഡിറ്റ് വന്നത്. പിന്നെ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് നിയമം എന്താ? എക്സ്പെൻസോ ലോസോ വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. വരവോ ലാഭമോ വന്നു കഴിഞ്ഞാൽ Debit ചെയ്യണം. അപ്പൊ ഇതെന്താ വന്നത്? Credit ചെയ്യണം. ഇത് expense. Expense debit. എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? സാലറി അക്കൗണ്ട് ഡെബിറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെ വരിക? സാലറി അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. ക്ലിയർ ആയോ? നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒന്ന് ഡെബിറ്റ് ആയതുകൊണ്ട് മറ്റത് ക്രെഡിറ്റ് എന്നുള്ള പോളിസിയിലേക്ക് പോകരുത്. തുടക്കത്തിൽ നമുക്ക് കുറച്ച് അടങ്ങാറായാലും ഇങ്ങനെ പഠിച്ച് തറവാക്കാം. ഒരു 8-10 ദിവസം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും എഴുതണ്ട, എക്സ്പെൻസ് ഒന്നും എഴുതണ്ട, നോർമൽ റിയൽ അക്കൗണ്ട് ഒന്നും എഴുതണ്ട. ഓട്ടോമാറ്റിക് നമ്മളെ മൈൻഡിലേക്ക് വരും. അത് നോർമലാണ്, ഇന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാല് ഇതിങ്ങനെ പഠിച്ചിട്ടാണോ എഴുതിയത്? അല്ല, ഒന്ന് ഡെബിറ്റ് ആകുമ്പോൾ മറ്റേത് ക്രെഡിറ്റ് പാസ്സാക്കിയതാണോ? എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടൊന്നുമില്ലേ? ഏതാണോ ക്രെഡിറ്റ് ഒന്ന് ഡെബിറ്റ് ആണ്, ഒന്ന് ക്രെഡിറ്റ്. അതന്നെ അങ്ങനെ തന്നെയല്ലേ പഠിച്ചു പോയത്? ഒന്ന് ഡെബിറ്റ് ആണ്, മറ്റേത് ക്രെഡിറ്റ്. അതെ. സാധാരണ ഇതിൽ ഇങ്ങനെ പഠിച്ചോണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ തെറ്റാറില്ല, ബാലൻസ് ഷീറ്റ് ടാലി ആവാറില്ലല്ലോ. കൊറേ തെറ്റുന്നുണ്ട്. കുറെ തെറ്റാറുള്ളത് ഇങ്ങനെ ഈ ലോജിക്കൽ അല്ലാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തെറ്റുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കണേ. അപ്പൊ ആദ്യം നമ്മുടെ മുമ്പിൽ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് അക്കൗണ്ട്സ് ഒക്കെ ഉള്ളത് എന്നുള്ള ആ രണ്ട് അക്കൗണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ഈ അക്കൗണ്ട്സ് ഏത് ഗ്രൂപ്പിനകത്താണ് വരുന്നത് നോക്കുക. ആ ഗ്രൂപ്പ് ഏത് ടൈപ്പിനകത്താണ് വരുന്നത് നോക്കുക. ആ ടൈപ്പിന്റെ നിയമം എന്താ വെച്ചാൽ അതിന് പാസ്സാക്കി കൊടുക്കാം. സിമ്പിൾ. അത് ഇനി എന്താ പറയാ, അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാലും, ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാലും, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വന്നു കഴിഞ്ഞാലും, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇങ്ങനെ എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നിയമം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് പക്കായി കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും. സെറ്റ് അല്ലേ? ആര് എന്താ പറഞ്ഞേ? ഇല്ല. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇത് നിങ്ങൾ എന്നോട് പറയാതെ ഒന്ന് എഴുതാൻ നോക്കണം. തെറ്റിക്കോട്ടെ, തെറ്റിയാ വലിയ സംഭവം ഒന്നല്ല. കമ്മീഷൻ റിസീവ്ഡ് rupees 1 lakh HDFC ബാങ്ക്. ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ മുതലാളി നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കും. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഇവിടെ എവിടെ നേരെ ചാറ്റ് ബോക്സ് കയറിയിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതി വിടണ്ടേ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും മനസ്സിൽ ഇങ്ങനെ എഴുതുക. കമ്മീഷൻ റിസീവ്ഡ് ₹1 lakh HDFC ബാങ്കിലേക്ക് 1 lakh rupeesന്റെ കമ്മീഷൻ വന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം,
ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇന്ന് ഫസ്റ്റ് എയ്ഡ് വരുന്ന ആളുകൾ പഴയ 2 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടുള്ള. ഇതിൽ ഓക്കെയുള്ള ആളുകൾക്ക് പോകാം, അല്ലെങ്കിൽ പഴയ 2 വീഡിയോസ് ഒന്ന് കാണാം. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ജസ്റ്റ് ഒന്ന് കാണിച്ച പൊന്തിച്ച് കാണിച്ചാൽ നോക്കട്ടെ, ഇത് സാധനം നോക്കട്ടെ, കയ്യും വീശി ഇരിക്കുകയാണെന്നുള്ളത് അറിയാൻ. സാധനം ഉണ്ടോ? കയ്യിലുണ്ടോ? ഒന്ന് പൊന്തിച്ചാൽ നോക്കട്ടെ. പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇരിക്കണമെന്ന് അറിയാനാട്ടാ. സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ ഓക്കെ സെറ്റ്. എല്ലാവരും ഇരിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, കുറച്ച് ഇടങ്ങറായാലും പഠിക്കാൻ കഴിയുള്ളേ. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ഉള്ളത് ഒന്ന് പറഞ്ഞേ. ഇൻകം, കമ്മീഷൻ, HDFC. ബാങ്ക് അക്കൗണ്ട്, അക്കൗണ്ട് പറയല്ലേ, അക്കൗണ്ട് അപ്റ്റു പറയണ്ട, ഡെപ്റ്റ് ക്രെഡിറ്റ് പറയേ വേണ്ട. നമ്മൾ ആദ്യം ഈ സാധനമാണ് പഠിക്കാം. ഇതെല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇതാണ് പഠിക്കാം. എന്നിട്ട് പറയാം 2 അക്കൗണ്ട്സ് ഏതാണ്? കമ്മീഷൻ, കമ്മീഷൻ, ഒന്ന് കമ്മീഷൻ ഒന്ന് ബാങ്ക്. ഈ കമ്മീഷനൊക്കെ എഴുതുമ്പോഴേ, കമ്മീഷനും ഏത് കാര്യം എഴുതുമ്പോഴും ഇതിങ്ങനെ തന്നെ എഴുതിയാൽ നല്ലതാട്ടോ. കമ്മീഷൻ റിസീവ്ഡ് എന്നുള്ളത്. കാരണം കമ്മീഷന്റെ പേയ്മെന്റും വരും. സ്ഥാപനത്തിൽ കമ്മീഷൻ കിട്ടലും മാത്രമല്ല, കമ്മീഷൻ കൊടുക്കലും ഉണ്ടാവും. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ കമ്മീഷൻ റിസീവ്ഡ് എന്ന് സെപ്പറേറ്റ് എഴുതണം. ഓക്കെ. പിന്നെ ഉള്ളത് HDFC ബാങ്ക് എന്നുള്ള സംഭവം ഉള്ളത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി എന്താ പറഞ്ഞേ? സ്പീഡായിട്ട് പറഞ്ഞേ. കമ്മീഷൻ റിസീവ്ഡ് ഏത് ഗ്രൂപ്പിനകത്താണ് വരാൻ നോക്കുക. HDFC ഏത് ഗ്രൂപ്പിനകത്താണ് വരാൻ നോക്കുക. കമ്മീഷൻ റിസീവ്ഡ് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? കമ്മീഷൻ കിട്ടിയത് ഓക്കെ. HDFC നമുക്ക് സംശയമില്ല, അസറ്റ് തന്നെയാണ്. HDFC നമുക്ക് സംശയമില്ല, അസറ്റ് തന്നെയാണ്. ഇനി അടുത്ത പരിപാടി എന്താ? ഇത് ഏത് ടൈപ്സിലാണ് വരുന്നത്, ഏത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിലാണ് വരുന്നത്? ഇൻകം, നോമിനൽ. എന്തുകൊണ്ട് നോമിനൽ വന്നേ? നോമിനൽ വരുമ്പോൾ നോർമലായി ബിസിനസ് നടക്കുന്ന കാര്യം. അതൊക്കെ വരാം, പർച്ചേസ്, സെയിൽ, എക്സ്പെൻസ്, ഇൻകം. സോ അതുകൊണ്ട് അതിലൊരു ഇൻകം ആയതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? നോമിനൽ എന്ന് എഴുതണം. ക്ലിയർ ആയില്ലേ? പിന്നെ അസറ്റ് നമ്മുടെ കയ്യിലുള്ള റിയൽ അക്കൗണ്ട്. അപ്പൊ റിയൽ അക്കൗണ്ട് നിയമം എന്താ? ഇനി നോമിനൽ അക്കൗണ്ട് നിയമം എന്താ? ആ ചോദിക്കും. ആ ഡൗട്ട് ഒരാൾ ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാവരും സൈലന്റ്. ആരൊരാൾ ഡൗട്ട് ചോദിച്ചാൽ അവർ മാത്രം പെട്ടെന്ന് പറഞ്ഞേ. ഒരു ഡൗട്ട് ഉണ്ട്. പെട്ടെന്ന് ചോദിക്കാം. അത് ഇൻകം അല്ല, കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണോ അതോ അസറ്റ് ആണോ? കമ്മീഷൻ റിസീവ് ചെയ്യുന്ന പറഞ്ഞത് ഇൻകാണോ? ഇൻകാണോ ഇൻകം ആണോ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള കാരണം കൂടി പറയും. അത് എനിക്ക് അസറ്റ് ആണെന്ന് തോന്നി. എന്തുകൊണ്ട്? വരുന്നതല്ലേ. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നു. കൃഷ്ണനാണോ ചോദിച്ചേ? അതെ അതെ അതെ. കൃഷ്ണ ഒരു ബിസിനസ് ചെയ്യുന്നു. കൃഷ്ണന്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് റൂമുകൾ വാടക കൊടുക്കുന്ന പരിപാടിയാണ്. എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ നിങ്ങൾക്ക് റൂമുകളൊന്നുമില്ല, വേറെ ആളുകളുടെ റൂം നിങ്ങൾ വാടക കൊടുക്കുന്നു, അതിന് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബിസിനസ് ആണ് ചെയ്യണത്. അങ്ങനെ നിങ്ങൾ എനിക്കൊരു റൂം വന്നു, ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ കമ്മീഷനായിട്ട് തന്നു. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് കിട്ടുന്ന പൈസ, മറ്റത് നിങ്ങളുടെ മെയിൻ ഇൻകം എന്താ? നിങ്ങളെ ഇൻകം എന്താ? നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ? ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് ഈ ഒരു പരിപാടി അടുത്ത് നിങ്ങളുടെ ഇൻകം ആയിട്ട് എന്താ വരിക? നിങ്ങളോട് ഇപ്പൊ ഞാൻ കാഷ്വൽ ആയിട്ട് ചോദിക്കണം, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും ഇൻകം? അപ്പൊ നിങ്ങൾ എന്താ പറയാ? ക്യാഷ് ആയിട്ട് കിട്ടുന്നാണോ പറയാ? നിങ്ങൾക്ക് എന്താ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് എന്താ കിട്ടുക? എൻഡ് ഓഫ് ദ ഡേ ക്യാഷ് തന്നെ കിട്ടുക. അത് ശരി, എന്താ കിട്ടുക? കമ്മീഷൻ ആണോ? അതാണ് ഉദ്ദേശിച്ചത്, കമ്മീഷൻ. ഓക്കെ. അതിൽ നിന്ന് കിട്ടുന്ന പൈസ അത് മറ്റൊരു ആസ്പെക്ട് ആണ്. ആ പൈസ എന്താണ്? ബിസിനസിന്റെ അസറ്റ് ആണ്. സെറ്റ് അല്ലേ? ഞാൻ വിളിച്ചോളി അടുത്ത. അപ്പൊ ഈ കേസിനകത്ത് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ്? അതായത് നോമിനൽ അക്കൗണ്ട് നിയമം എന്താ? പെട്ടെന്ന് പറഞ്ഞേ. നോമിനൽ അക്കൗണ്ട് നിയമം ഡെബിറ്റ്. അതായത് എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ മുകളിൽ എഴുതണം, വരവോ ലാഭമോ ആണെങ്കിൽ താഴത്ത് എഴുതണം. ഇതിന് താഴത്ത് എഴുതണോ മുകളിൽ എഴുതണോ? താഴെ എഴുതണം. അതുകൊണ്ട് എന്ത് ചെയ്യാം? കമ്മീഷൻ റിസീവ്ഡ് എന്ന് എന്ത് ചെയ്യാം? താഴത്ത് എഴുതണം. ഇത് HDFC അസറ്റ് ആണ്. അസറ്റ് വന്നോ പോയോ? അസറ്റ്
കൂടിയോ കുറഞ്ഞോ? വന്നോ പോയോ മീൻസ് കൂടിയോ കുറഞ്ഞോ? കൂടി ബാങ്കിലെ ബാലൻസ് കൂടി. അതുകൊണ്ട് HDFC ബാങ്ക് ടു ക്യാഷ്. തെറ്റാണോ? HDFC bank account up to commission received. HDFC ബാങ്ക് അക്കൗണ്ട് അപ് ടു കമ്മീഷൻ റിസീവ്ഡ്. നമ്മൾ ഇത്രയേ ചിന്തിക്കണ്ടുള്ളൂ. നമ്മുടെ ബിസിനസ്സിനകത്ത് എന്ത് തലകറഞ്ഞ സാധനം വന്നോട്ടെ, എന്ത് ട്രാൻസാക്ഷൻ വന്നോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പണി എന്താ? ഇതിൽ ഏതൊക്കെ ബുക്ക് ഉണ്ട് നോക്കുക, ഏതൊക്കെ അക്കൗണ്ട്സിന്റെ ഉണ്ട് നോക്കുക. ആ അക്കൗണ്ട്സ് കൊണ്ട് പിടിക്കുക. അത് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ നോക്കി 4 വരുള്ളൂ. ബിസിനസ്സിനകത്ത് എന്ത് തന്നെ നടന്നു കഴിഞ്ഞാലും 4 കാറ്റഗറിയിലേക്ക് വരുള്ളൂ. ആ 4 കാറ്റഗറിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ആ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് നോമിനൽ റിയൽ പേഴ്സണൽ ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നിയമം പാസ്സാക്കാനും ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെയാണ് ലോകത്തിൽ എന്ത് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നിയമം ഇങ്ങനെ തലയിൽ കയറിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ബൈഹാർട്ട് ചെയ്യാതെ, നമ്മളിവിടെ കാണാത്ത ഒരു സംഭവം, ഒരു ബിസിനസ് പുതുതായിട്ട് ഒരാൾ കണ്ടുപിടിച്ചു എന്നിരിക്കും, അയാൾക്ക് അക്കൗണ്ട്സ് ചെയ്യണ്ടേ? നാളെ ആരിസ്ക പുതുതായിട്ട് ഇതുവരെ ആരും കാണാത്ത ഒരു പുതിയ പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വിചാരിക്കും. നിങ്ങളെയാണ് അതിൽ അക്കൗണ്ടന്റ് ആക്കി വെച്ചതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ബേസിക് റൂൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. ആരിസ്ക ചെയ്യുന്ന എന്ത് പരിപാടിയായാലും അസറ്റും ലാബിലിറ്റി എക്സ്പെൻസും ഇങ്ങല്ലാത്ത വേറൊരു സാധനം വരില്ല. അത് ഏത് ടൈപ്പാണെന്ന് നോക്കിയാൽ അതിനകത്ത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞത്? അതുകൊണ്ടാണ് പറഞ്ഞ ലോകത്ത് ഏത് രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും നിയമം തെറ്റല്ലേ? ഇതല്ലാതെ നമ്മൾ പഠിച്ച ട്രാൻസാക്ഷന്റെ ഡെബിറ്റും ക്രെഡിറ്റും മാത്രം ബൈ ഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടൂല. ആ ബൈ ഹാർട്ട് ചെയ്തതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒടുക്കും പോകില്ല. ക്ലിയർ ആയില്ലേ? ഇനി ഒരു സാധനം കൂടി ചെയ്ത്, അതിന്റെ ഇതേപോലത്തെ സംഭവം കൂടി ചെയ്ത്, ബാങ്ക് ചാർജ് പെയ്ഡ് ₹100. ബാങ്ക് ചാർജ് പെയ്ഡ് ₹100 ബ്രാക്കറ്റില് ഫെഡറൽ ബാങ്ക് നേടിക്കൊള്ളി. ബാങ്ക് ചാർജസ് പെയ്ഡ് ഡിഡക്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പിടിച്ചു. 100 ബ്രാക്കറ്റില് ഫെഡറൽ ബാങ്ക്. ഒന്ന് എഴുതിയ തെറ്റിക്കോട്ടോ. നമ്മൾ പറയുന്ന അല്ലാത്തൊരു വിചിത്രമായ ഉത്തരം കിട്ടിയ ആൾക്കാർ പറയണേ. മോശക്കാരെന്ന് നോക്കല്ലേ, അത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വേറെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. എന്തായി ഏതൊക്കെ ഒന്ന് പറഞ്ഞേ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് അപ് ടു ബാങ്ക് ഡെബിറ്റും ക്രെഡിറ്റും പറയല്ലേ? ഏതൊക്കെ 2 അക്കൗണ്ട്സ് ഉള്ളേ? ചാർജ് Nominal account. ബാങ്ക് ചാർജും ഉണ്ട്. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസും ഉണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ട്. ക്ലിയർ ആയില്ലേ? 2 സാധനം, ബാങ്ക് ചാർജസ് ഉണ്ട്, ബാങ്കും ഉണ്ട്. ഇത് രണ്ടും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ബാങ്ക് ചാർജും ബാങ്കും എല്ലാവർക്കും സെറ്റ് അല്ലേ? എന്തുകൊണ്ടാ ബാങ്ക് ഇപ്പുറത്ത് വന്നതെന്ന് അറിയില്ലേ? ഫെഡറൽ ബാങ്ക് എന്തുകൊണ്ടാ വന്നേ? ഫെഡറൽ ബാങ്ക് ഇത് എപ്പോഴാണ് നടക്കുക? നമ്മൾ നോർമലി അക്കൗണ്ട്സ് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്ത് പോകുന്നതിനിടയിൽ ബാങ്കുകാരെന്ത് ചെയ്യും? ഇടക്കിടക്ക് ഓരോ മാസം ഒരു 20 രൂപ 30 രൂപ ഒക്കെ ആയിട്ട് പിടിക്കും. ഇതാണ് ബാങ്ക് ചാർജ് പെയ്ഡ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് ആക്ച്വലി ബാങ്ക് ഈസ് ഡിഡക്റ്റഡ്. ബാങ്ക് നമ്മൾ ഡിഡക്ട് ചെയ്യുക, അതായത് നമ്മളെ പേയ്മെന്റ് തന്നെയാണത്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ബാങ്ക് റീകൺസിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക ബാങ്ക് ചാർജ് പെയ്ഡ്. അപ്പൊ ബാങ്ക് ചാർജും ഉണ്ട്. ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആയിട്ടുള്ള നോമിനൽ അക്കൗണ്ട് ഉണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് ആയിട്ടുള്ള റിയൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ നോമിനൽ അക്കൗണ്ട് നിയമപ്രകാരം എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ബാങ്ക് ചാർജിനെ ഡെബിറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? ബാങ്ക് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്, അത് അസറ്റ് ആണ്. അസറ്റിന് നിയമപ്രകാരം അസറ്റ് വന്നാൽ ഡെബിറ്റ്, പോയാൽ ക്രെഡിറ്റ്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ ബാങ്കിൽ നിന്ന് ക്യാഷ് പോയേക്കാണ്. അതുകൊണ്ട് ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ്. തെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി കുറച്ച് 2-3 ട്രാൻസാക്ഷൻ പെട്ടെന്ന്. എങ്ങനെ? ബാങ്ക് ചാർജസ് എക്സ്പെൻസ് ആയി. ബാങ്ക് ചാർജ് എക്സ്പെൻസ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്ന് ഒരു 10 രൂപ പോയ എക്സ്പെൻസ് തന്നെയല്ലേ, ചാർജ് തന്നെയല്ലേ? നേരെ മറിച്ച് ഇത് ബാങ്കിന്റെ കോൺസെപ്റ്റ് നിന്ന് ഡിഫറെന്റ് ആണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ചാർജ് അവരുടെ ഇൻകം ആണ്. ആ ചോദിക്കി
ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിൽ വരുമോ? ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടിൽ വരുമോ? പേഴ്സണൽ കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഈ ലോണൊക്കെ എടുക്കുന്ന സമയത്താണ് പേഴ്സണൽ കാറ്റഗറിയിലേക്ക് വരിക. വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകും. അല്ലാത്ത സമയത്ത് അപ്പൊ ബാങ്കിനെ നമ്മൾ അല്ലാത്ത പേഴ്സണൽ അക്കൗണ്ട് സമയത്തൊക്കെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്നുള്ള അർത്ഥത്തിൽ അതൊരു അസറ്റ് ആയിട്ട് നിൽക്കും. ഓടി എടുത്തു കഴിഞ്ഞാൽ അത് പേഴ്സണലിലേക്ക് പോകും. ലോൺ എടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ക്യാഷ്, അതായത് ആ ഒരു സ്ഥാപനവുമായി നമ്മുടെ റിലേഷൻഷിപ്പിലേക്കാണ് പോണത്. മറ്റേ നമ്മളെ അസറ്റാണ് അടക്കാത്തേക്ക്. ആ അസറ്റ് നമ്മൾ എത്ര ക്യാഷ് ഉണ്ടോ അത് നമുക്ക് എടുക്കാം. ഇനി ഒരു ഓടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഓവറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരും. ആ എമൗണ്ടും ആ ബാങ്ക് നമ്മുടെ റിലേഷൻഷിപ്പായി. ഒരു ഉദാഹരണം, ഒരു ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. ഒരു ബാങ്കിൽ ഒരു നോർമൽ അക്കൗണ്ട് ഉണ്ട്, ഒരു ബാങ്കിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അല്ല ഒരു ലോൺ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ക്ലിയർ ആയില്ലേ? നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു HDFCന്റെ അടുത്ത് ഒരു ബാങ്ക് ഉണ്ട്. ഈ ബാങ്കിൽ നിന്ന് നോർമൽ ആയിട്ട് എന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. അവിടെ തന്നെ എനിക്കൊരു ലോൺ ഉണ്ട്. ഇതേ ബാങ്കിനെ രണ്ട് അക്കൗണ്ട്സ് ആക്കിയിട്ട് ചെയ്യാം. ലോണിന് നമ്മൾ പേഴ്സണൽ കാറ്റഗറിയിലാണ് വരിക, മറ്റേത് നമ്മൾ അസറ്റ് കാറ്റഗറിയിലാണ് വരിക. ഒരേ പേര് തന്നെ മാറും, സാഹചര്യം സിനാരിയോക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ട് മാറും. അങ്ങനെ എത്തിച്ചാൽ മതി. പേര് വരുന്നൊക്കെ അത് നമ്മൾ ചില പഴയ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ ചിലത് കാണാം, ഈ അസറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ ഇതൊക്കെ വേറെ എന്നുള്ളത്. അതിന്റെ സിനാരിയോസ് ഡിഫറെന്റ് ആണ്. നേരെ ഒറ്റ ചെയ്തപ്പോൾ നമുക്ക് വായിക്കാൻ രസമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും ഈ ബാങ്കിൽ കറക്റ്റ് പൈസ വരുന്നു, ആ പൈസ നമ്മൾ എടുക്കുന്നു. ബാങ്കായിട്ട് നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? നമ്മൾ കാര്യം എടുക്കുന്നു, എടുത്തു പോകുന്നു. ലോൺ ആണെങ്കിലോ കൊടുക്കൽ വാങ്ങൽ റിലേഷൻഷിപ്പായി. അവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞ കാറ്റഗറി വന്നു. നമ്മൾ അങ്ങനെ എന്തിച്ചാൽ മതി. ഓക്കെ. ഇനി ഇതല്ലാത്ത രീതിയിലുള്ള കുറെ ആൻസർ ഉണ്ട്. അങ്ങ് സ്ക്രീൻഷോട്ട് അടിക്കണ്ട കേട്ടോ. ഞാൻ ഈ വേറൊരു പാറ്റേണിലൂടെ പോകുന്നത്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. അതുകൊണ്ടാണ് നോർമലായി നടക്കുന്നതല്ല നോർമൽ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഒരു നിയമം അക്കൗണ്ട്സിലില്ല. പക്ഷെ നിങ്ങളുടെ തലയിൽ ഇത് കയറണമെങ്കിൽ ഇങ്ങനെ പഠിക്കല് വഴിയുള്ളൂ. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ഈ ബാങ്ക് ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നില്ലല്ലോ. ആ തിരിച്ചു തരൂലല്ലോ. എന്താ ക്ലിയർ ആയില്ല? അത് ബാങ്ക് ചാർജ് പെയ്ഡ് ₹100 ടു ഫെഡറൽ ബാങ്ക്. അത് നമ്മൾ രണ്ടും കൊടുക്കാൻ എക്സ്പെൻസീവ് ആയിട്ടല്ലേ വരിക? ഏത്? ഇതിപ്പോ ബാങ്ക് ചാർജും എക്സ്പെൻസ് ആണ്. നമ്മൾ ഫെഡറൽ ബാങ്കിലേക്ക് കൊടുക്കുന്നതും അതൊരു സെപ്പറേറ്റ് തന്നെയല്ലേ? അപ്പൊ അതും എക്സ്പെൻസ് തന്നെയല്ലേ? നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലല്ലോ നമ്മളെ അക്കൗണ്ടിലേക്ക്. അതായത് ഇത്ര ഇങ്ങനെ ചിന്തിക്കാം. നമ്മളെ ഫെഡറൽ ബാങ്കിൽ ഒരു 10,000 രൂപ ഉണ്ട്. അതിൽ നിന്ന് ഇവർ ഒരു 100 രൂപ ചാർജ് ആയിട്ട് പിടിച്ചു. അതിന്റെ അർത്ഥം എന്താ? രണ്ട് സാധനമാണ് ഉള്ളത്. ഒന്ന് ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫെഡറൽ ബാങ്കിലുള്ള ഒരു 10,000 ഇത് നമ്മുടെ അസറ്റ്, മറ്റേത് 100 രൂപ. ഈ 10,000 നിന്ന് 100 രൂപയാണ് പോയാൽ കഴിഞ്ഞാൽ ബാക്കി 9,900 എത്ര ഉണ്ടാവുക? 9,900 ആണ് ഉണ്ടാവുക. അപ്പൊ അസറ്റിൽ നിന്നാണ് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പോയതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം. നമ്മള് ഇപ്പൊ പുറത്തുനിന്നൊക്കെ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവൂലേ? അപ്പൊ ഈ ഫോറക്സിന്റെ ഒക്കെ ഒരു എമൗണ്ട് കട്ട് ആവൂലേ? അവര് ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് USD നിന്ന് മാറ്റുമ്പോ അപ്പൊ അതൊക്കെ എങ്ങനെ? ഫോറക്സ് ചാർജ് വരും. അത് നമ്മള് എക്സ്പെൻസ് ആയിട്ട് തന്നെയല്ലേ കാണിക്കുക? ഫോറക്സ് ചാർജ് എക്സ്പെൻസ് ആണ്. ഇനി അതായത് ഫോറക്സ് ഗെയിൻ ഫോറക്സ് ലോസ് എന്ന ഒരു ഹെഡിലാണ് അത് വരിക. ചില സമയത്ത് ഡോളർ കൂടെ ചെയ്യാം, ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ട് വരും. ചില സമയത്ത് ഉദാഹരണം ഞാൻ എക്സ്പോർട്ട് ബിസിനസ് അടുത്ത ഒരാളെന്ന് പറയാം. ഞാൻ ഇവിടുന്ന് അയക്കുമ്പോൾ ഡോളറിന് 86 രൂപ വരെ ഉള്ളൂ. വരുന്ന സമയത്ത് അത് 88 രൂപയായിട്ട് വരുന്നത്. നമ്മൾ നോർമൽ പ്രോഫിറ്റ് 86 വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ അത്രേ നമുക്ക് അക്കൗണ്ട്സിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം സക്കീർ ബായ് UAE ഒരാളാണ്. ഞാൻ സക്കീർ ബായ്ക്ക് 1 ലക്ഷം രൂപയുടെ സാധനം കൊടുത്തു. ഇന്നത്തെ വില ഡോളറിന് 86 രൂപ ഇട്ടിട്ടാണ് കൊടുത്തത്. ആ ഒരു പ്രോഫിറ്റ് എടുത്ത് സക്കീർ ബായ് ആ ഒരു പൈസ തന്നു. പക്ഷെ സക്കീർ ബായ് ആ പൈസ അവിടെ നിന്ന് അയച്ച സമയത്ത് ഇവിടുന്ന് റിസീവ് ചെയ്ത സമയത്ത് എക്സസ് ആയി എമൗണ്ട്. കാരണം ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അധികം ലാഭം കിട്ടി. ഈ മുഴുവൻ എമൗണ്ടും സക്കീർ ബായിന്റെ പേരിൽ നേരെ റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സക്കീർ ബായ്ക്ക് ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ളതായിട്ട് ലെഡ്ജറിൽ കാണിക്കും. ബാക്കിയുള്ള അറിയാത്ത ആളുകൾ ചിന്തിക്കണ്ട, അങ്ങോട്ട് കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ ആ ഒരു എമൗണ്ട് കറക്റ്റ് വന്നത് റിസീവ് ചെയ്യുക, ബാക്കിയുള്ളത് ഫോറക്സ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, അഡ്ജസ്റ്റ് ചെയ്യും. 2 ലെഡ്ജറായിട്ട് വരിക. ബാക്കി അറിയാത്ത ആളുകൾ കൺഫ്യൂഷൻ വേണ്ട. ആ ഒരു സ്പെസിഫിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ആൻസർ ചെയ്യുന്ന വിചാരിച്ചാൽ മതി. ബാക്കിയുള്ളവർ വിട്ടാലേ. ഫോറക്സ് ഗെയിൻ നമ്മൾ ഫോറക്സ് ലോസ് ഗൾഫിലേക്ക് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് നടന്ന ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഇപ്പൊ പഠിക്കുക. ബാക്കി അറിയാത്ത ആളുകളൊക്കെ കണ്ണുകൂട്ടുക. നിങ്ങൾ ഉദ്ദേശിച്ചല്ല. ബാക്കിയുള്ളൊക്കെ മനസ്സിലായില്ലേ?
ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ ഫോറക്സ് ചോദിച്ചാല് ശരിയോ? ആര്? ഷബീബ് കത്തിലടാ, കത്തില്ലേ? ഷബീബ് ഇവിടെ പോയോ? ചോദിച്ചു അല്ല പോയി. ഫാത്തിമ, ക്ലിയർ ആയി. എനിക്ക് കൺഫ്യൂഷൻ ആയി. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങനെ കട്ടായി പോകുന്നുണ്ട് എമൗണ്ട് ബാങ്ക് പിടിക്കുമ്പോ. പിടിക്കണ എമൗണ്ട് ഫോറക്സ് ഇപ്പൊ തനക്ക് യൂട്യൂബിൽ എല്ലാ മാസം ഇൻകം വരുന്നുണ്ട്. ഓക്കെ. ആക്ച്വലി ഞാൻ കൂട്ടുന്ന ഇൻകം അല്ല എനിക്ക് വരുന്നത്, വ്യത്യാസമുണ്ട്. കാരണം 89-88 റുപ്യ വരുമ്പോ ഈ ബാഹ്യന്മാര് 83 റുപ്യന്റെ കൺവേർഷൻ എനിക്ക് തരുന്നുള്ളൂ. ബാക്കി 4 റുപ്യ എന്താണ്? ഫോറക്സ് ലോസ്. ക്ലിയർ ആയില്ലേ? ഈ ലോസ് നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാം. കത്തി വിചാരിക്കണം. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാം. ഓടിക്കുക. ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഒന്ന് നോട്ട് ചെയ്തോളി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. എഴുതണോ? ഉണ്ടല്ലോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. സോൾഡ് ഗുഡ്സ് ടു അരുൺ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു അരുൺ. മൂന്നാമത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ലേബർ ചാർജ് പെയ്ഡ് ബൈ ക്യാഷ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം വരുൺ. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്യാഷ്. ഈ ട്രാൻസാക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ എഴുതിയ ഫാസ്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് എത്ര ടൈം വേണം? പറഞ്ഞതൊന്നുകൂടെ പറയോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞെടുത്താണ്. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടാണ് പറഞ്ഞത്. ആരെങ്കിലും ഫുൾ എഴുതിയ ഒരാൾ പറഞ്ഞേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. ഒരാൾ മാത്രം. എല്ലാവരും കൂടെ പറയില്ല, അപ്പൊ ചക്കക്കൂട്ടാനാവും, ഒന്നും തിരിയൂല. പറയാ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. 5 പറഞ്ഞോളി. ബാക്കി എല്ലാവരും ഓഫ് ചെയ്തോളി. Purchased goods from ABC company. Sold goods to Arun. Cash deposited into bank. Labor charge paid by cash. Received cash from Varun. Commission received by cash. Discount allowed by cash. കിട്ടില്ലേ? എല്ലാവരും കിട്ടില്ലേ? ഓക്കെ. ചിന്തിക്കാം. നിങ്ങളൊരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണ്. നിങ്ങളെ മുതലാളി പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ബുക്കിനകത്തേക്ക് എഴുതണം. ഇതിനെല്ലാത്തിൻ്റെ എമൗണ്ട് ഒരു 1000 ആക്കി ഇട്ടോളി കേട്ടോ. എല്ലാത്തിൻ്റെ എമൗണ്ട് ഒരു 1000 ആക്കി ഇട്ടോളി. ഇങ്ങനെ ഒരു പരിപാടി നടന്നു. ഇത് എഴുതണം. സിമ്പിൾ അല്ലേ? ഇതിന്റെ ഒരു അസൈൻമെന്റ് തരാണ് കേട്ടോ. അതെല്ലാവരും എഴുതണേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പരമാവധി ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങൾക്ക് അറിയണ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയോ? ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആവാൻ, മാസ്റ്റർ മൈൻഡ് ആവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിപ്പിക്കാം. പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തലേന്ന് സാധനം ഇറങ്ങൂല. ലേൺ, ഡു, പ്രാക്ടീസ്. അപ്പം ഈ ഗ്രൂപ്പിനകത്ത് ഈ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയുന്നത് അത് പറഞ്ഞോളേ. പക്ഷെ ആളുകൾക്ക്, ചോദിക്കുന്ന ആളുകൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മളെ ജെസ്സിയൊക്കെ കാണുന്നില്ലേ നിങ്ങള്? ജെസ്സിയൊക്കെ സാധാരണ ജെസ്സി നമ്മളെ ഗ്രൂപ്പിൽ 9ാമത്തെ ഗ്രൂപ്പിലേക്ക് ജെസ്സി ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്നതാണല്ലേ. അപ്പൊ ഇന്ന് ആരോ ചോദിച്ചു, നിങ്ങള് നോർമൽ അക്കൗണ്ടന്റ് ആണോ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണോ അങ്ങനത്തെ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ടാണ് അവൾ എക്സ്പെർട്ട് ആവുന്നത്? എല്ലാ ആൻസറിനും പറഞ്ഞ് അതിനിടയിൽ ഞാൻ ആൻസർ ചെയ്യുന്ന അതും കേട്ട് എക്സ്പേർട്ട് ആവുകയാണ്. അപ്പൊ അതേപോലെ എല്ലാവരും ഞങ്ങളുടെ പേര് സജീവമായിട്ടുള്ളതുകൊണ്ട് അവളുടെ പേര് പറഞ്ഞെന്നുള്ളൂ. അതേപോലെ എല്ലാവരും ആവണം. ഓക്കെ, ആൻസർ ചെയ്ത് കൊടുക്കുക. ആൻസർ തെറ്റിക്കോട്ടെ എന്നാലും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വേറെ ആൾക്കാരെ ഒന്ന് തിരുത്തുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ കയറി പറയും. ഓക്കെ, പ്രാക്ടീസ് അടിക്കും. ആദ്യത്തെ കേസ് എന്താ? ഫസ്റ്റത്തെ എന്തേനു?
Purchased goods from ABC company. നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇതിനകത്ത് ഏതൊക്കെയുള്ളത്? പർച്ചേസസ് ABC കമ്പനി, പർച്ചേസ്ഡ് അല്ലെ, പർച്ചേസ് എന്നുണ്ട്. അതേപോലെ തന്നെ ABC കമ്പനി, ABC കമ്പനി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ആദ്യം എടുക്കേണ്ട പണി എന്താ? രണ്ട് രണ്ടും അക്കൗണ്ട്സ് കാണാം. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? പർച്ചേസ് എക്സ്പെൻസ്, പർച്ചേസ് എക്സ്പെൻസ് ആണ്. ABC കമ്പനി പേഴ്സണൽ അക്കൗണ്ട്, പർച്ചേസ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. ഈ പേര് ഇവിടെ പറഞ്ഞോണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇയാളടുന്ന് കടായിട്ടാണ് വാങ്ങിയത്, ഇല്ലെങ്കിൽ ക്യാഷ് പറയും. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയും. ക്യാഷ് എന്ന് പറഞ്ഞാണെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞാണെങ്കിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. വ്യക്തികളെ പേര് പറഞ്ഞാൽ ഉറപ്പിച്ചോളി ഇറ്റ്സ് ക്രെഡിറ്റ്. ഞാൻ റംസീനയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്ന അതിന്റെ അർത്ഥം എന്താ? അവളുടെ കടം വാങ്ങിയിട്ടുണ്ട്, ഇനി അവളെ പൈസ കൊടുക്കണം. ജംഷീനയുടെ കയ്യിൽ നിന്ന് ജംഷീനാക്ക് ഞാൻ സാധനം വിറ്റു അതിന്റെ അർത്ഥം എന്താ? ജംഷീനാക്ക് സാധനം ഇട്ട് ഞങ്ങൾ കായ് തരാണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? വ്യക്തികളുടെ പേര് വരുന്നോ ആളുകളുടെ പേര് വരുന്നോ ദർ ഇസ് എ ക്രെഡിറ്റ്. അവിടെ ഒരു ക്രെഡിറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് പേര് പറയും, എന്നാലും ആസ് റിസീവ്ഡ് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി കൂട്ടത്തിൽ പറയും. അപ്പൊ ABC ഇയാള് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? എന്തുകൊണ്ട് ലാബിലിറ്റി? ക്യാഷ് കൊടുക്കാനുണ്ട്. സോ ലാബിലിറ്റി. നമ്മള് നിയമം പിടിച്ചോളി. ഇത് ഏതിലാ വരാ? നോമിനല്. ഇത് ഏതാ വരാ? പേഴ്സണൽ അക്കൗണ്ട്. നിയമം എന്താ? നോമിനൽ അക്കൗണ്ട് നിയമം എന്താ? എക്സ്പെൻസോ ലോസോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ പർച്ചേസിന് എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ABC എന്ന് എഴുതരുത്. എന്തുകൊണ്ടാണ് ABC എഴുതണേ? പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് നിയമപ്രകാരം സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ് ABCന്റെ അടുത്ത് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ ABC തരണം, കൊടുക്കുന്ന ആളാണ് ABC. സോ ഗിവർ ആണ് ABC അല്ലെ? അതുകൊണ്ടാണ് ഇയാളെ ക്രെഡിറ്റ് ചെയ്യണം. അതല്ലാതെ അതായതുകൊണ്ട് ഇത് എഴുതരുതേ. എനിക്ക് ഏറ്റവും ഈസിയുള്ള വഴി എന്താ? മറ്റേ ഡെബിറ്റ് ആകുമ്പോൾ പിന്നെ ക്രെഡിറ്റ്, അങ്ങനെ എഴുതരുത്. ABC എന്ന് പറഞ്ഞത് ലാബിലിറ്റി ആണ്. അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് നിയമം എന്താ? സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ABCയോട് സ്വീകരിക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ നോക്കുക. പർച്ചേസ് ഫ്രം ABCന്റെ അടുത്ത് വാങ്ങുമ്പോൾ ABC കൊടുക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് ABC എന്ന് എഴുതണം. ഇങ്ങനെ തന്നെ ചിന്തിച്ച് എഴുതണേ. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ വഴി കാണും. എന്ത്? ഡെബിറ്റ് ആകുമ്പോൾ മറ്റേത് ക്രെഡിറ്റ്. അത് കണയെ ചെയ്യരുത്. തുടക്കത്തിലെങ്കിലും ഇത് ഫോളോ ചെയ്യുങ്ങൾ, പിന്നെ ഓട്ടോമാറ്റിക്കാണ് റെഡി ആവും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ എന്തേനും സെറ്റ് അല്ലേ? ഒന്നാമത്തെ അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC ലിമിറ്റഡ് അല്ല, അടുത്ത എഴുതിക്കോളെ ചെയ്ത് കഴിഞ്ഞാല്. അപ്പം ഞാനത് ലെഡ്ജർ കാണിച്ചു തരാം. സെറ്റ് നോക്കിയേ. ഈ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ചോദിച്ചാല്? സെറ്റ് അല്ലേ? ഈ ABC എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു സാധനം ഇയാളെടുത്ത് പർച്ചേസ് ചെയ്തതാ. ഇയാള് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ? കൊടുക്കുന്ന ആളാ. സോ കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യണം? സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ABCനെ ക്രെഡിറ്റ് ചെയ്തു. ഇയാള് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളതാണ് വിഷയം. ഇയാള് സ്വീകരിക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ നോക്കുക. സ്വീകരിക്കുന്ന ആളാണെങ്കിൽ ഡെബിറ്റ് ചെയ്താൽ, കൊടുക്കുന്ന ആളാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. റെഡി? അങ്ങനെ എന്ത് വെച്ചാൽ മതി. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്താ, ബാക്കി ഒന്നും നമ്മൾ നോക്കണ്ട. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞേ? സോൾഡ് ഗുഡ്സ് ടു അരുൺ. സോൾഡ് അരുൺ. ഓക്കെ. വീട്ടിലെ ഈ +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലേ അടുത്തിരുത്താൻ വേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ. ഏതായാലും നിങ്ങൾ ഇരിക്കല്ലേ. പിന്നെ അവർക്ക് ഈ ഡിഗ്രിയും ഇതൊന്നും അക്കൗണ്ട്സ് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത് +1 +2 ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? തോന്നിയോ? എനിബഡി ആർക്കെങ്കിലും തോന്നിയോ? ഇപ്പൊ തോന്നില്ലേ? ഞാൻ അതാ പറഞ്ഞ, തൊട്ടടുത്ത് +1 +2 കുട്ടികളുണ്ടെങ്കിൽ പിടിച്ചിരുത്തിക്കോളി. അവർക്ക് ആ അക്കൗണ്ട്സ് ആണ് പക്കയോ.
ഏതായാലും നിങ്ങൾ മനക്കെടല്ലേ, ഇല്ലെങ്കിൽ നിങ്ങളെ റെക്കോർഡിംഗ് ഇനി കൊടുത്തിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. ഏഹ് ബികോം കഴിഞ്ഞതാ, എന്നിട്ട് ഇത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. അവൾ ഒപ്പിച്ച് ചെയ്തല്ലേനു അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല, കഴിഞ്ഞു പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ +1 കുട്ടികളുണ്ടെങ്കിൽ +2 കൊമേഴ്സുകാരുണ്ടെങ്കിൽ അടുത്തിരുത്തിക്കോളി. പിന്നെ അവർക്ക് ഈ കഷ്ടപ്പാട് ഉണ്ടാവില്ല. PG ഒക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് അക്കൗണ്ട്സ് പിന്നെ തെറ്റൂല. അടുത്ത കാര്യം പറയും. അടുത്ത എന്തേനു? സോൾഡ് ഗുഡ്സ് ടു സോൾഡ് ഗുഡ്സ് ടു അരുൺ. ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്? അരുണും സെയിം. സെയിൽസ്. സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു, അതിന്റെ സെയിൽസ് അരുണ്. ഓക്കെ, സെയിൽസ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? സെയിൽ, കച്ചവടം നടന്നോ? ഇൻകം, സെയിൽ ഇൻകം. അരുൺ നോമിനൽ ആണോ, റിയൽ ആണോ, പേഴ്സണൽ ആണോ? നോമിനൽ, സോറി, അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ? അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ? അരുൺ അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ? അരുൺ പേഴ്സണൽ അല്ലേ? അരുൺ പേഴ്സണൽ വ്യക്തിയുടെ പറയുമ്പോ പേഴ്സണൽ ആണ്. അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ? 4 കാറ്റഗറിയല്ലേ ഉള്ളൂ. അസറ്റ് ആണ്. എന്തുകൊണ്ട് അസറ്റ് ആയി? ക്യാഷ് കിട്ടാനുണ്ട്. ക്യാഷ് ഇട്ട ആൾക്കാരൊക്കെ നിങ്ങൾ അസറ്റ് കൊണ്ട് ചെയ്തു. പേഴ്സണൽ ലാബിലിറ്റി അല്ലേ? പേഴ്സണൽ ആണ്, അത് അടുത്തൊരു കാറ്റഗറി. ടൈപ്പ് ഓഫ് അക്കൗണ്ട്സിൽ പേഴ്സണൽ. ശരി, സംഭവിച്ചു, പേഴ്സണൽ ആണ്. കിട്ടാനുള്ള ക്യാഷ് മുഴുവൻ എന്തുകൊണ്ടാണ് അങ്ങനെ അസറ്റിലേക്ക് വരാൻ കാരണം? ഞാൻ മുമ്പ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സൺഡി ഡെപ്റ്റർ ആയതുകൊണ്ട്. നിങ്ങൾ പഠിച്ച ബൈഹാർട്ട് സാധനമല്ലേ സൺഡി ഡെപ്റ്റർ. ഇനി ആലോചിക്ക, ധന്യ അല്ലെ, ധന്യന്റെ കയ്യിൽ ഞാൻ ഈ സാധനം ധന്യക്ക് ഞാൻ വിൽക്കണം. ABC എന്ന് പറഞ്ഞ ആള് ധന്യാന്ന് വെച്ചു. ഈ സാധനം ധന്യക്ക് ഞാൻ വിറ്റു. ഇതെന്തായിരുന്നു? ആദ്യം എന്തായിരുന്നു? ഇതിന്റെ കയ്യിൽ നിൽക്കുമ്പോ ഇതിന്റെ എന്താ? ഇതിന്റെ കയ്യിൽ നിൽക്കുമ്പോ അസറ്റ് ആണ്. ഞാൻ അത് ധന്യക്ക് കൊടുത്തു. അപ്പോഴും ഈ സാധനം എന്റെ അസറ്റ് തന്നെയാണ്. ഏതുവരെ? ക്യാഷ് കിട്ടുന്നത് വരെ. ധന്യ ക്യാഷ് കിട്ടുന്നവരെ. ഇനി അഥവാ ധന്യ ക്യാഷ് ഒന്നുമില്ലെങ്കിൽ ഞാൻ അത് പോയിട്ടുകൊണ്ട് വരും. പിന്നെ ക്യാഷാണ്. അതല്ലേ ഓരോ ഇത് വരുന്നത്. സോ അതിന് ധന്യ എനിക്ക് ക്യാഷ് വന്നു. സോ ഇതിന് പകരമായിട്ട് ക്യാഷ് കിട്ടി, അസറ്റ്. ഇനി ചില സമയത്ത് ധന്യല്ല, ABC എന്ന് പറഞ്ഞ ഒരാള് ചില സമയത്ത് ഇയാള് ഈ സാധനമായിട്ട് മുങ്ങും. ഓനെയാണ് നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയാം. കിട്ടുമോ കിട്ടൂല എന്നുള്ള സംശയം. മുങ്ങി, ഡൗട്ട്. ചില ആള് മരിച്ചു പോകും, കിട്ടൂല, ബാഡ് ഡെപ്റ്റ്. ഇത് നമ്മൾ പ്രൊവിഷൻ വെക്കും. ഇതാണ് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ്. ചില ആൾക്കാര് മുങ്ങിയതാണ്, ഒന്ന് പിടിച്ച് തപ്പി പിടിച്ച് കുത്തിയാ കിട്ടും. അതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. കിട്ടുമോ കിട്ടൂല, പെരയിലൊക്കെ അന്വേഷിച്ചപ്പോ വരേണ്ട ഇടക്ക് വരുമ്പോ പിടിച്ചാ. അതാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ബാക്കി വിശദമായിട്ട് പറഞ്ഞുതരാം. ഫർദർ ബാഡ് ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ സാധനം അങ്ങോട്ട് പോയി എന്നുള്ളൂ. ഉടമസ്ഥാവകാശം എന്റെ അടുത്ത് തന്നെയാണ്. ഓള് പൈസ തരുന്നവരെ ധന്യനെക്കാട്ടും വലിയ ആളാണ്. ഓളെന്ന് ചിന്തിക്കരുതേ, അങ്ങനെ ഫ്ലോയില് പറയുന്നതാണ്, ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ഇത് തരുന്നവരെ, മാഡം ഇത് തരുന്നവരെ എന്താണ്? അസറ്റാണ്. ക്ലിയർ ആയില്ലേ? അത് അങ്ങനെ ലോജിക്കലി കൊണ്ട് ചിന്തിച്ചാൽ പിന്നെ സാധനം തലേന്ന് പോവില്ല. റെഡി? അപ്പൊ നമ്മള് അസറ്റ് എടുത്തു. അസറ്റ് ആണ്. ഇനി നോമിനൽ ആണോ, റിയൽ ആണോ, പേഴ്സണൽ ആണോ? നോമിനൽ. അരുൺ, വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഡൗട്ടില്ലാത്ത റിയൽ ആണോ, റിയൽ ആണോ, പേഴ്സണൽ ആണോ?
പേഴ്സണൽ പേഴ്സണൽ അക്കൗണ്ട്. എന്ത് പറഞ്ഞോളെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അസറ്റ് അല്ലേ? അസറ്റ് ആകുമ്പോ അസറ്റ് റിയൽ റിയൽ അക്കൗണ്ട് റിയൽ അസറ്റ് മാത്രമേ ഉള്ളൂ. റിയൽ അല്ലേ? ഏഹ് ഒരു പേഴ്സണൽ റിയൽ അക്കൗണ്ട് പേഴ്സണൽ ഏത് അസറ്റാണ് അസറ്റുമായി ബന്ധപ്പെട്ട എന്തോ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നെ? റിയൽ അക്കൗണ്ട്. റിയൽ റിയൽ അക്കൗണ്ട്. പക്ഷെ ഇവിടെ ഒരാളെ പേരും വന്നു. പേഴ്സണൽ ആയതുകൊണ്ട് പേഴ്സണൽ അപ്പൊ എന്താ ചെയ്യാ? അരുൺ എന്ന് പറഞ്ഞാൽ അരുൺ ആണ് കൊണ്ടുപോയി. അപ്പൊ എന്താ വരിക? പേഴ്സണൽ ഇതിലൊക്കെ ഇവന് തട്ടാൻ കഴിയും. പേഴ്സണൽ അക്കൗണ്ട്. ഇവിടെ നോക്കണേ, ഇതെന്താണ് ഇങ്ങനത്തെ ഉദ്ദേശം? കേസ് വരുമ്പോഴേ ഇങ്ങനത്തെ അതായത് ചില കേസുകൾ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വ്യക്തികളുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി ഇറ്റ്സ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ ഇത് അസറ്റ് കാറ്റഗറി തന്നെയാണ്. പക്ഷെ വ്യക്തികളുടെ പേര് എവിടെയെങ്കിലും വന്ന അപ്പൊ നേരെ പിടിച്ചിട്ട് എവിടെ കൊണ്ടുവരണോ? നിങ്ങളെപ്പോ ശ്രദ്ധിക്കണം, ഇനി കുറെ സാധനങ്ങൾ ഇങ്ങനത്തെ വരും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അങ്ങനെ ഇട്ടാ മതി. ഇനി ശ്രദ്ധിക്കാൻ. ഇനി ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? അരുൺ അക്കൗണ്ട് ബെറ്റർ ഇൻ സെയിൽസ് അരുൺ അക്കൗണ്ട് ബെറ്റർ ടു സെയിൽസ് അരുണിനെ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? റിസീവർ പേഴ്സണൽ അക്കൗണ്ടിന്റെ നിയമപ്രകാരം സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു കച്ചവടം കണ്ട് നടക്കുകയാണ്. നടക്കുമ്പോ ഓൺ റിസീവ് ചെയ്യാണോ കൊടുക്കാണോ വരിക? അരുണ് സാധനം വിറ്റ് എന്ന് പറയുമ്പോ അയാൾ ബിസിനസ് സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്ന ആളെ കൊടുക്കുന്ന ആളാണ്. ബിസിനസ് എന്തോ ആട്ടെ, അയാൾ സ്വീകരിക്കുന്ന ആളാ. സോ അതുകൊണ്ട് അരുണിനെ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? മ്യൂട്ട് ചെയ്യാ. പിന്നെ സെയിൽസ് ഇൻകം ആണ് നോമിനൽ അക്കൗണ്ട് നിയമപ്രകാരം. എക്സ്പെൻസോ ലോസോ വന്നാൽ ഡെബിറ്റ് ചെയ്യണം, വരവോ ലാഭമോ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. സെറ്റ് അല്ലേ? ഇനി അടുത്ത വേഗം പറഞ്ഞോളി. ചേട്ടാ ഓടി പിടിച്ചാണ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റ്, കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ രണ്ട് എലമെന്റ് ഉള്ളത്, ക്യാഷും ബാങ്കും. ക്യാഷും ബാങ്കും, കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. അപ്പം രണ്ടും അസറ്റ് ആണ്, രണ്ടും റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് നിയമപ്രകാരം വരുന്നതിന് ഡെബിറ്റ് ചെയ്യണം, പോകുന്നതിന് എന്ത് ചെയ്യണം? ഏതാ വന്നത്? ഏതിലാ ബാലൻസ് കൂടിയത്? ബാങ്കില് ബാലൻസ് കൂടി. സോ ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. കയ്യിലെ ക്യാഷ് പോയി, സോ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. എന്താണ് വന്നത്? ബാങ്കിലെ ബാലൻസ് വന്നു. എന്താണ് പോയത്? കയ്യിലെ ക്യാഷ്. വാട്ട് കംസ് ഇൻ ദാറ്റ് ഈസ് ഡെബിറ്റ്, വാട്ട് ഗോസ് ഔട്ട് ദാറ്റ് ഈസ് ക്രെഡിറ്റ്. ഇനി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താൽ നേരെ തിരിച്ചു വരും. കാരണം എന്താ? ബാങ്കിലുള്ള അസറ്റ് കുറഞ്ഞു, കയ്യിലുള്ള ക്യാഷ് കൂടി. ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക്, വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കാം. സെറ്റല്ലേ? സെറ്റല്ലേ? ഏതുണ്ടല്ലോ? അടുത്തേതാ? ആരും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ലേബർ ചാർജ് പെയ്ഡ് ബൈ ക്യാഷ്. ലേബർ ചാർജ് എന്നുള്ള എക്സ്പെൻസ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ്. ലേബർ ചാർജ് എന്ന് പറഞ്ഞ എക്സ്പെൻസ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് നിയമപ്രകാരം എക്സ്പെൻസ് ലോസോ ഡെബിറ്റ്, ദാറ്റ് മീൻസ് ലേബർ ചാർജ് ഈസ് ആൻ എക്സ്പെൻസ്, സോ ലേബർ ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ. ക്യാഷ് എന്ന് പറഞ്ഞത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് നിയമപ്രകാരം കയ്യിൽ നിന്ന് പോയതാണ്. സോ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ലേബർ ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെഡി? അടുത്തെന്താ? സെറ്റ്. അടുത്ത് പറയണം. എങ്ങനെ? റിസീവ്ഡ് ക്യാഷ് ഫ്രം അരുൺ അല്ലേ? റിസീവ്ഡ് ക്യാഷ് ഫ്രം അരുൺ. രണ്ടാളുണ്ട്, അരുണുണ്ട് ക്യാഷും ഉണ്ട്. അരുണും ക്യാഷ് ഉണ്ട്. അരുണിന് എന്തുണ്ട്? അരുണിന് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഓക്കെ, നോക്ക് ഇവിടെ. അപ്പൊ അരുണുണ്ട്, നോക്കേ. അരുണ് ഇപ്പുറത്ത് വന്ന് ക്യാഷ്. കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പൊ കൺഫ്യൂഷൻ വരികയാണെന്ന് തോന്നി അപ്പം പിടിക്കാം. പേഴ്സണൽ അക്കൗണ്ട് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ ഓരോ ലൈനുകൾ കുറക്കണേ. ആ എക്സ്പെൻസ്, ഇൻകം, ലോസ് എന്നുള്ള സാധനം കുറച്ചിട്ട് പിന്നെ പേഴ്സണൽ നാക്കുക. അസറ്റ്, പേഴ്സണൽ, റിയൽ, ഇങ്ങനെ പിടിക്കാം. എപ്പോഴും ഇങ്ങനെ എഴുതരുത്. ഇങ്ങനെ ഓരോ ലൈനും ഓരോ കുറഞ്ഞു. പിന്നെ അരുണ് ക്യാഷ് എന്ന് മാത്രമേ നമ്മൾ ബുദ്ധി ഇങ്ങനെ കയറി വരണം.
പേഴ്സണൽ അക്കൗണ്ട് നിയമപ്രകാരം സ്വീകരിക്കുന്ന ആൾ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആൾ ക്രെഡിറ്റ് ചെയ്യണം. അരുൺ സ്വീകരിക്കുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ? കൊടുക്കുന്ന അരുൺ റിസീവ്ഡ് ക്യാഷ് കൊടുക്കുന്നു. ഫ്രം അരുൺ. അരുണിന്റെ കയ്യിൽ നിന്ന് കിട്ടണം. അപ്പൊ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുൺ കൊടുക്കുന്ന ആളാ സ്വീകരിക്കുന്ന. അപ്പൊ അരുൺ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് വന്നോ പോയോ? വന്നു. അപ്പൊ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. ഓക്കെ, ചിന്തിച്ചണ്ട ഇതാണ് സുമാർ ചെയ്തരുതേ, കറക്റ്റ് ആയിട്ട് ചിന്തിക്കുക എന്താന്നുള്ളത്. അടുത്തെന്താ? കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. കമ്മീഷൻ റിസീവ്ഡും ക്യാഷും ഒന്ന് ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ക്യാഷ് റിയൽ അസറ്റ്. പിടിച്ചോളി പറപ്പാ. മനസ്സിലായില്ലേ? ക്യാഷ് എന്നുള്ള അസറ്റ് വന്നു. അപ്പൊ റിയൽ അക്കൗണ്ട് നിയമപ്രകാരം വന്നതിന് ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. നോമിനൽ അക്കൗണ്ട് പ്രകാരം ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ലോസിന് ഡെബിറ്റ്, വരവല്ലാകുമ്പോൾ ക്രെഡിറ്റ്. അത്രേ ഉള്ളൂ. ചിന്തിക്കാം. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് ഏതൊക്കെ വരും? ഡിസ്കൗണ്ട് അലൗഡും വരും, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ്. അലൗ ചെയ്തു, അനുവദിച്ചു. ഡിസ്കൗണ്ട് അലൗഡ് അനുവദിക്കറിയുമ്പോ നമ്മളെ കയ്യിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 10 രൂപ കിട്ടേണ്ട കേസ് 2 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. 2 രൂപ നമുക്ക് ലോസ് ആണ്, എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? എക്സ്പെൻസ്. അപ്പൊ എക്സ്പെൻസ് എവിടെ വന്നു കഴിഞ്ഞാലും മുകളിൽ കൊണ്ടുപോയി എഴുതാം. ഇൻകം എവിടെ വന്നു കഴിഞ്ഞാലും താഴത്ത് കൊണ്ടുപോയിട്ട് എഴുതാം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ എങ്ങനെ വരിക? ഡിസ്കൗണ്ട് അലൗഡ് സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഏതാ അടുത്ത? ഏതാ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നപ്പാ? സിമ്പിൾ അല്ലേനോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ബേസ് കോൺസെപ്റ്റ് പക്കാക്കി തലയിൽ കയറ്റി കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാം? പോവാ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ക്ലാസ്സും കാണാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും സാധനം റിപ്പീറ്റ് ചെയ്യാം. പരമാവധി ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ലൈവ് അറ്റൻഡ് ചെയ്താൽ അതിന് കിട്ടുന്ന പഞ്ച് വേറെ ആയിരിക്കും. മറ്റേത് നമ്മള് വീണ്ടും മടിയോ. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ നമ്മൾ അക്കൗണ്ട്സിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്നത് റെക്കോർഡിംഗ് ആണ്. ബിസിനസിനകത്ത് എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനം 4 തരത്തിലുള്ള സാധനമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം നോക്കി കഴിഞ്ഞാൽ ആകെ ലോകത്ത് 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ഉള്ളൂ. അതൊന്ന് നോമിനലാണ്, മറ്റൊന്ന് റിയൽ ആണ്, മറ്റൊന്ന് പേഴ്സണലാണ്. ഈ 3 സാധനം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ 3ന്റെയും നിയമങ്ങൾ തലയിലും മണ്ടയിലും കയറ്റുക. അത് മാത്രമേ ആകെ പഠിക്കാനുള്ള അക്കൗണ്ട്സിൽ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു ആദ്യം പിന്നെ ഒരു നമ്മള് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഈ പറഞ്ഞ പരിപാടിയിലുള്ളത്, ഈ പറഞ്ഞ ട്രാൻസാക്ഷനിലുള്ളത്. അപ്പൊ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും 2 എഫക്റ്റ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളെ കായ് പോകും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനത്തെ കായ് വരും, നിങ്ങളെ കയ്യിലുള്ള സാധനം എന്തെങ്കിലും പോകും. ഇത് ഇങ്ങനത്തെ എഫക്റ്റുകൾ ബിസിനസ്സിനകത്ത് നടക്കുള്ളൂ. അപ്പൊ ഏതാണ് വരുന്നത്, ഏതാണ് പോണത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നോമിനലാണോ റിയൽ ആണോ പേഴ്സണലാക്കി ഇടുക. അങ്ങനെ അതിന്റെ റൂൾസ് എന്ത് ചെയ്യാം? പാസ്സാക്കി അടിക്കാം. സിമ്പിൾ അല്ലേ? ഇനി കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ? അതല്ല സാർ, ഈ ജേർണൽ എഴുതുമ്പോഴല്ലേ ഈ മോളും താഴെ എഴുതുന്നതിന്റെ പർപ്പസ് എന്താ? അതൊരു രസം. മുകളിലും താഴത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് എഴുതിക്കണം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ താഴത്ത് എഴുതി പറഞ്ഞെന്നുള്ളൂ. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം? അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ? അല്ല, ഈ ജേർണൽ എഴുതാൻ അങ്ങനെ എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചത്. ഇല്ല, നമ്മള് ബുക്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥാപനത്തിൽ കൺസൾട്ടന്റ് പോയി. മഞ്ചേരിയിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഹോട്ടൽ, ഏറ്റവും പ്രമുഖ, അവർക്കൊരു 8-10 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവരിപ്പോഴും മാനുവൽ അക്കൗണ്ട്സ് ആണ് കീപ്പ് ചെയ്യണത്. 8 ബ്രാഞ്ച് ഉണ്ട്. ഞാൻ അക്കൗണ്ടന്റിനോട് ചോദിച്ചു എന്താ ആയല്ല, അവർക്ക് കയ്യിൽ എഴുതി തന്നെ കിട്ടണം, മറ്റൊന്നും നടക്കില്ല. അവിടെ നോക്കുമ്പോ 10-12 ബുക്ക് ഉണ്ട് ലെഡ്ജറിന്റെ. അതിലിങ്ങനെ എഴുത ഒരു താത്ത ഇരുന്നിട്ട്, എക്സലും കൂടി ഇല്ലാത്തൊരു ജീവിതം. ആലോചിച്ച് നോക്കി.
അങ്ങനെ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ വരും. എനിക്ക് അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ ആ സാധനത്തിനെ കണ്ട അതിന്റെ പുറത്തുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടപ്പോ ഞാൻ ഞെട്ടിയാണ്. ഭയങ്കര സെറ്റപ്പ് നോക്കി അതിന്റെ ഉള്ളിൽ കണക്ക് കയറിയപ്പോ ഫുള്ള് ബുക്കും കടലാസും A4ന്റെ ഒരു കളിയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥാപനത്തില് നമ്മുടെ ഭക്ഷണം എവിടെയാണ് ദൈവം കണക്കാക്കി അറിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഇങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോളി. കഷ്ടകാലത്തിന് ഇതാണ് കിട്ടണമെങ്കിലോ ഈ ശതമാനം കുറവായിരിക്കും. ഇപ്പൊ നോക്കുമ്പോൾ ഇത് 100-ൽ 2% ആളുകളൊക്കെ മാനുവൽ കീപ്പ് ചെയ്യുള്ളൂ. പക്ഷെ ബിഹൈൻഡ് ദ സീൻ നമുക്ക് അറിഞ്ഞാൽ ഈസി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഏതാ സ്ഥാപനം എന്ന് ചോദിക്കണ്ട, അതൊക്കെ വലിയൊരു സാധനമാണ്. നമ്മൾ ആ കൺസൾട്ടിങ് ഒഴിവാക്കി, കാരണം നമുക്ക് ആ സാധനത്തെ നോക്കാനുള്ള ടീം നമ്മുടെ അടുത്തില്ല. നടക്കൂല പറഞ്ഞു. കാരണം അവർക്ക് തന്നെ അത് കിട്ടണില്ല, ഇപ്പൊ നമുക്ക് ഇങ്ങനെ തുടർന്ന് കിട്ടണ വലിച്ചുണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ ആ സാധനം സോഫ്റ്റ്വെയറിലേക്ക് മാറ്റും. അവർക്ക് ആ ഡീറ്റെയിൽ അവരതിൽ വിശ്വസിക്കൂല. അതെന്തോ ഒരു ചെറിയൊരു പ്രശ്നമാണ്. സോഫ്റ്റ്വെയറിനെ വിശ്വസിക്കാത്ത പ്രശ്നം, അതിൽ അബദ്ധം തെറ്റുണ്ടാവും എന്നുള്ള ഒരു വിഷയമല്ലേ. അതാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 1 മിനിറ്റ്.